നിങ്ങൾ കാനഡയെക്കുറിച്ചുള്ള വാർത്ത വായിച്ചു കാണും. ഏകദേശം 70,000-ൽ പരം സ്റ്റുഡൻസിനെ, അതായത് സ്റ്റുഡൻറ് വിസയിലാണ് അവിടെ പോയിരിക്കുന്നത്. പോയ ഉദ്ദേശം അതൊന്നുമല്ല, അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടണം, അവിടെ PR കിട്ടണം ഉദ്ദേശത്തോടു കൂടിയാണ് പോയിരിക്കുന്നത്. 70,000 സ്റ്റുഡൻസ് എന്നവർ പറഞ്ഞേക്കുന്നത്. അവരെ പുറത്താക്കാൻ കാനഡ തീരുമാനിച്ചു. ആലോചിച്ച് നോക്കുക, അതിലേറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പം കാനഡ പറയുന്ന ന്യായീകരണം തമാശയാണ്. അവർ പറയുന്നത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് 6.5% വരുന്നത്. അത് കാരണമാണ് അവർ പുറത്താക്കുന്നത്. ഇതാണ് അവർ പറയുന്നത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ന്യായീകരണം. മനസ്സിലാക്കുക, ഈ വർഷം അവസാനത്തോടുകൂടെ കാനഡയിൽ ഇലക്ഷനാണ്. എന്താണ് കാനഡയും അതേപോലെ തന്നെ ഓസ്ട്രേലിയ പുതിയ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. അവിടുന്ന് സ്റ്റുഡൻറ് വിസയിൽ പോയിരിക്കുന്നവരെ പുറത്താക്കാൻ പോവുകയാണ്. രണ്ട് രാജ്യങ്ങളും പുതിയ നയവും പുതിയ രീതിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. എന്താണ് ഇതിന് പ്രത്യേകിച്ച് ഇത്രയും പെട്ടെന്ന് ഇതുണ്ടാകാനുണ്ടായ കാരണം? ബ്രിട്ടന്റെ സംഭവം തന്നെയാണ്. ബ്രിട്ടനിലുള്ള സംഭവങ്ങളെല്ലാം കൂടെ കയറി ചെന്നിട്ട് അവിടെ അവിടുത്തെ സിറ്റിസൺ ജീവിക്കുന്നവരെ, അതായത് ബ്രിട്ടനിൽ കഴിയുന്നവർക്കെതിരെ അവരുടെ രീതിയിലല്ലാത്ത വൃത്തികേടും പ്രശ്നങ്ങളും അവർക്കെതിരെ ഉണ്ടായപ്പോഴാണ് പ്രശ്നം മാറി. പിന്നെ അവിടെ കൊലപാതകം ഉണ്ടായി. 2-3 കുട്ടികളെ അവിടെ വന്നു താമസിക്കുന്ന ഒരു ആഫ്രിക്കൻ വംശജൻ അവരെ കൊന്നു. പിന്നീട് സംഭവം കൈവിട്ടങ്ങ് പോയി. മനസ്സിലാക്കുക, ലേബർ പാർട്ടി അധികാരത്തിൽ കയറിയിട്ട് ഒരു 25-30 ദിവസത്തിനുള്ളിലാണ് അവിടെ ഇത് ഉണ്ടാകുന്നത്. പിന്നീട് ലേബർ പാർട്ടിയുടെ തീരുമാനം നിങ്ങൾ കണ്ടു. ഇവർക്കെതിരെ, അതായത് ഈ വിദേശികൾക്കെതിരെ അവിടെ വന്ന് PR എടുത്ത് അവിടെ വരുന്നവർക്കെതിരെ ഏറ്റവും കൂടുതൽ പോലീസിനകത്ത് തന്നെ, അവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റിനകത്ത് തന്നെ പ്രശ്നമുണ്ടായിട്ട് അവിടുത്തെ ഒരു വെർട്ടിക്കലായിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടായി. ഇത് കണ്ടിട്ടാണ് കാനഡയും ഓസ്ട്രേലിയയും ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി എന്താണ് കാനഡയിൽ പ്രത്യേകിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം? കാനഡയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ ജീവിക്കുന്നവര് ഈ വരുന്ന സ്റ്റുഡൻസിനോടും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നവരോടും അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ആ തെരുവുകൾ പ്രതിഷേധം നടക്കുന്നു, ഗവൺമെന്റിനെതിരെ പ്രതിഷേധം നടക്കുന്നു. അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും അറേബ്യൻ രാജ്യത്തു നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും അവിടെ വരുന്നവർ അവരുടെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് അവിടെ പോയി അലമ്പാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ പേരിലാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവരുമായിട്ട് ഫർദർ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കാനഡ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അവിടെ ഈ പല രീതിയിലുള്ള തൊഴിലോ, കാരണം അവിടെ ആളുകളില്ല ജീവിക്കാനും താമസിക്കാനും. കാരണം അവിടെയുള്ള ആളുകളില്ല. കാരണം ഇവിടുന്ന് ആൾക്കാർ അവരുടെ പല ജോലികളും ചെയ്യാൻ ആളില്ല. അതിന്റെ പേരിലാണ് കാനഡ അങ്ങനെ ഒരു ഇമിഗ്രേഷൻ പോളിസി കൊണ്ടുവരുന്നതും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളായിട്ട് വന്ന് പഠിക്കാൻ അവരവസരം ഒരുക്കിയതും. നല്ലൊരു പോസിബിൾ ഓപ്ഷൻ ആയിരുന്നു. ഇത് പോയവര് തന്നെയാണ് ഇത് കുളവാക്കി. ഇനി പറയാൻ പോകുന്ന അടുത്ത പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഓസ്ട്രേലിയ ആ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ കൂടുപോലെ മുളച്ചിരിക്കുകയാണ്. കാനഡയിൽ കൊണ്ടുപോകാം, ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാം, നിങ്ങൾക്ക് PR കിട്ടും, എഡ്യൂക്കേഷൻ രീതിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ സിറ്റിസൺഷിപ്പായിട്ട് മാറും. അപ്പൊ എല്ലാവരോടും പറയുവാണ്, കാരണം നിങ്ങളെല്ലാം ഇങ്ങനെ പോകാൻ ഇരിക്കുന്നവരാണ്. ഇതെല്ലാം ഒരു ടൈം ബീയിങ്ങേ ഉള്ളൂ. അതായത് നിങ്ങൾ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ കാലയളവ്, അതായത് 2 വർഷം പഠിക്കുക, അതിനുശേഷം 1 വർഷം അവിടെ ജോലി ചെയ്യാതെ 3 വർഷം ജോലി ചെയ്യാൻ സമ്മതിക്കുക, പിന്നെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യും. ഇനി അവിടെ നിന്ന് കഴിഞ്ഞുള്ള സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് അവർ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് അവിടെ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ ആ സംഭവം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ പലയിടത്തും ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു സ്ഥാപനം കാണും, ഒരു സ്റ്റോർ ആണ് എടുക്കുക, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം കർശനമായ നിർദ്ദേശം കൊടുക്കും നിങ്ങളുടെ ID കാർഡ് സ്കാൻ ചെയ്യാൻ.
ഇപ്പൊ ID കാർഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇല്ലീഗലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ നിയമത്തിനെതിരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ജയിലിൽ നിന്ന് നേരെ എടുത്ത് നിങ്ങൾ ഊരെ കളയും, ഡീപ്പോർട്ട് ചെയ്ത് കളയും. കാരണം ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. കാരണം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അൺഎംപ്ലോയ്മെന്റ് ആണ് ഇവിടുത്തെ ഇഷ്യൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊന്നുമല്ല. ബേസിക്കലി കനേഡിയൻസും ഓസ്ട്രേലിയൻസിനും ഈ പറയുന്ന ആൾക്കാർ അവിടെ പോയി അലമ്പാക്കി അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ പോകുന്നു. ഇത് തന്നെയാണ് ഇഷ്യൂ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞ സമയത്ത് ഇറാനിലും മറ്റുള്ള പലയിടത്തും, ഇപ്പൊ ഇറാനിൽ നിന്ന് ഒത്തിരി പേര് കാനഡയിൽ പോയി. അവരെയൊക്കെ കാനഡ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തു, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു, അവർക്ക് റൈറ്റ് കൊടുത്തു, അവരതുമായിട്ട് യോജിച്ച് ജീവിക്കാൻ തയ്യാറായി. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നീട് ഈ പറയുന്ന അറേബ്യൻ രാജ്യത്തു നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പോയവര് അവരുടെ സംസ്കാരവുമായിട്ട് യോജിച്ച് പോകാൻ തയ്യാറാകുന്നില്ല. അത് സ്ട്രീറ്റിൽ തുപ്പുക, അത് വലിച്ചെറിയുക, ഇത് ചെയ്യുക, വിളവഴിച്ച് അവിടെ കിടക്കുക. ഇത് കാരണം ഈ പറയുന്ന സ്ഥലത്ത് ക്രൈമായിട്ടങ്ങ് മാറി. അപ്പൊ അവിടെയുള്ള സാധാരണക്കാരൻ ഇത് കാണുമ്പോൾ അവന് ഭയമായി. ഇതാണ് ഇതിന്റെ ഇഷ്യൂ. കാരണം ബ്രിട്ടനിൽ അത് ഉണ്ടായി. ബ്രിട്ടൻ എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ലോകരാജ്യങ്ങൾക്ക്. അതായത് പ്രത്യേകിച്ച് യൂറോപ്പിനാണെങ്കിലും അമേരിക്കയ്ക്കാണെങ്കിലും നോർത്ത് അമേരിക്കയ്ക്കാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസ് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതലൊന്നും അസൈലമായിട്ട് ഈ സംഭവമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്, ആ രാജ്യത്തെ പ്രശ്നം. അത് ബ്രിട്ടൻ ശരിക്കും പഠിച്ചു. എത്ര ദിവസമാണ് കലാപം പല സിറ്റികളിലോട്ട് നീണ്ടുപോയത്. ആ രാജ്യക്കാരൻ അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് മാറുന്നു. ഇനി എങ്ങനെ പോകും, മുന്നോട്ട് പോകും, ഈ രീതിയിലുള്ള ടോക്സിലോട്ട് കയറി. എന്താണ് ടോണി ബ്ലെയറിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോണം. കീത്ത് സ്റ്റൈമറോട് പറഞ്ഞതാണ്, ഇതിവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തീവ്രത കൂട്ടും. തീവ്രത കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമിഗ്രന്റ് ആയിട്ട് വന്നവർക്കെല്ലാം ഇത് പ്രശ്നം ഉണ്ടാകും, ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇത് തന്നെയാണ് കാനഡ ചെയ്തത്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലോട്ട് പോയപ്പോഴ് ഇവരെ പുറത്താക്കാൻ തീരുമാനിക്കും. ഇതാണ് ഉണ്ടായത്. ഇത് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നു, ഇനി അടുത്ത് തന്നെ ജർമ്മനിയിൽ കൊണ്ടുവരും. ഈ പോകുന്നവരൊക്കെ, പോകാനിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇതത്ര സിമ്പിൾ അല്ല. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 1-2 വർഷം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. ഇത് തലയിലിടുക. അപ്പൊ അതിനേക്കാളും വേറെ എന്താണ് ഓപ്ഷൻ എന്നുള്ള കാര്യത്തിലോട്ടാണ് ഇനി ചിന്തിക്കേണ്ടത്. അതേപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, ഇന്ന രാജ്യമുണ്ട് യൂറോപ്പിൽ, ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യമുണ്ട്, ലക്സംബർഗ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഒരു ഇന്ത്യക്കാരനായിട്ട് പറയാം, ഒരു ഇന്ത്യക്കാരന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇനി മിഡിൽ ഈസ്റ്റിൽ പോയാലും യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും അതിനൊക്കെ ഒരു പരിമിതിയും പരിധിയുണ്ട്. അത് ആദ്യമേ തലയിലിടുക. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇന്ത്യൻ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾക്ക് ഇന്ത്യയിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും വേക്കന്റ് ആയിട്ട് കിടക്കുവാണ്. ആളുകളില്ല, കുട്ടികളില്ല പഠിക്കാൻ. എല്ലാരും പണം കൊടുത്ത് വിദേശത്ത് പോകുന്നു, പഠിക്കുക എന്ന് പറഞ്ഞ് പേരായിട്ടാ പോകുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ പഠിക്കാൻ പോകുകയൊന്നുമല്ല. അവിടെ യൂണിവേഴ്സിറ്റി പേര് കൊടുക്കുക, അവർ ജോലി നോക്കുക, പിന്നെ PR കിട്ടുക. ഇതിനു വേണ്ടിയാണ് ഈ പോകുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അമേരിക്ക വെച്ച് എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനായ ഒരു സഖാവ് കൂടിയാണ്. അത് ഇറ്റലിയിലാണ് താമസിക്കുന്നത്. അപ്പൊ പണ്ടൊക്കെ ഞാൻ ഈ സ്കൂളൊക്കെ പഠിക്കുന്ന പഴയ കാലത്ത് ഈ ദുബായിലൊക്കെ പോയി ആൾക്കാർ താമസിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, അതിനകത്ത് ഒരാൾ കൊടുക്കുന്നു, ബാക്കിയുള്ള 6-7 പേര്. ആലോചിച്ച് നോക്കുക, അതിൻ്റെ അകത്ത് പെണ്ണുങ്ങളുമുണ്ട്. അപ്പൊ അവരുൾപ്പെടെയാണ് അവിടെ താമസിക്കുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യൂറോപ്പിന്റെ സ്വപ്നം കണ്ടു പോവുകയാണെങ്കിൽ വലിയ ക്രൈസിസിലാണ്, പ്രശ്നത്തിലോട്ടാണ് ഈ സംഭവം പോകുന്നത്. ഇപ്പം ഈ ഇറ്റലി പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരൊരു പരിധി കഴിഞ്ഞ് അവരും ഈ നിയമം പാസ്സാക്കും. അതിനുശേഷം അവിടെയുള്ള സാധനത്തെ അതിനോട് ദൂരം കളയും. ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടേതായ ആ സിറ്റിസൺഷിപ്പിന് അവർക്ക് അവരുടെ രീതിയിൽ അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ പുറത്താക്കും. അപ്പോഴൊന്നും ഈ പറയുന്ന
ഈ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റി ചള്ളും ചവറും ഒന്നും വരുത്തുന്നുമില്ല. അവര് പറയും ഇത് ഞങ്ങളുടെ നീതിയാണ്, ഞങ്ങൾ നടപ്പിലാക്കും. അതുകൊണ്ട് ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും രണ്ട് വിദേശ രാജ്യങ്ങളിലും ജർമ്മനിലൊക്കെ പോകുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ പറയും നിങ്ങൾ അവിടെ പോയി, നിങ്ങൾ ഈ സ്വപ്നം കണ്ട് അവിടെ പോയി സംഭവിച്ചൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല ഇനിയും വരാൻ പോകുന്ന സമയത്ത്. കാരണം ഇങ്ങനൊരു നിയമം ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് വളരെ മുൻപേ അറിയാവുന്ന വസ്തുതയായിരുന്നു. കാരണം ഇത്രയും ആൾക്ക് അവർ പോയി കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തെ അത് ബാധിക്കും. ആ സിസ്റ്റത്തെ ബാധിക്കും. ജനാധിപത്യമായിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും ആ ഗവൺമെന്റ് ഭരിക്കുന്നവരും ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കും. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കനേഡിയൻ സംഭവം വലിയ ലൈം ലൈറ്റിൽ വന്നേക്കുന്ന 70,000 സ്റ്റുഡൻസിനെ ഫസ്റ്റ് ലോട്ട് ഡീപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അവർ വീണ്ടും 1,00,000 സ്റ്റുഡൻസിനെ ഡീപ്പോർട്ട് ചെയ്യാൻ പോവാ. ഇത് ക്രമമായിട്ട് നടത്താൻ പോവാ. കാരണം ആ രാജ്യത്ത് തിരികെ വരണം. അതായത് ഇവർക്കെല്ലാം മതിയായി. ഈ സംഭവം ഇനി കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അതാണ് ഈ കനേഡിയൻ ഓസ്ട്രേലിയൻ ആക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.